അതാ കാണുന്ന ഒരു ഡാമാണ്. ഡാമിനടുത്ത് എന്താ ഒരു തീരത്ത് ഞങ്ങളിങ്ങനെ കിട്ടില്ല സ്പോട്ട് ഇട്ടാ. ഇവിടെ ടെന്റ് അടിച്ച്, ഒരു ടെന്റ് ഓൾറെഡി നമ്മളതിലുണ്ട്. അതിന് ശേഷം ഒരു സ്റ്റാർപ്പായെല്ലാം വെച്ച് വേറൊരു ടെന്റ് അടിച്ചു. ഇവിടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. വേറൊരു വൈബ് തന്നെ ആയിരുന്നു ഇന്നലെ മൊത്തത്തിൽ. ഇതല്ലട്ടോ ഇതിന്റെ മെയിൻ വഴി. നിങ്ങൾക്ക് ഇവിടുത്തെ വഴി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പൊ ഗിവ് അവേ ഉണ്ട്. ഐഫോൺ ശ്രീനാഥ് വട്ടാളത്തിലുള്ള യൂട്യൂബ് ചാനൽ ഗിവ് അവേ ഉണ്ട്. അതെ, ആ വെള്ളച്ചാട്ടത്തിന്റെ ആ വെള്ളം ഒഴുകി വരുന്ന ഇവിടെ തന്നെ കേട്ടോ ഈ ബലിയിടുന്ന കുടങ്ങളും ഇതൊക്കെ. ചിലപ്പോ അവിടുന്ന് അതിന്റെ അങ്ങാറ്റത്ത് അവിടെ എവിടെന്നേലൊക്കെ ബലിയിട്ടതിന്റെ ബാക്കി ആയിരിക്കാം. പവർ വലിക്കുന്നതല്ല ഇത്. ഇവിടെ വേണം താക്കണം. മോളിട്ടു ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിത് ഇന്നലെ അവസാനിപ്പിച്ചത് നമ്മളൊരു വാട്ടർഫാൾസിന്റെ അവിടുന്ന് കുളി കഴിഞ്ഞതിന് ശേഷം സ്റ്റേ അടിക്കാനൊക്കെ ആയിട്ട് വേറൊരു സ്ഥലം തപ്പിയിട്ട് ഇറങ്ങിയതായിരുന്നു. നമ്മളിത് എന്താ പറയാ, നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് നോക്കിയിട്ടാ ഒരു ഡാമിനടുത്തത്. അവിടെ കാണുന്ന ഒരു ഡാമാണ് അപ്പുറത്തിട്ടാ, പാലത്തിന് അപ്പുറത്തുള്ള അതാ കാണുന്ന ഒരു ഡാമാണ്. ഡാമിനടുത്ത് എന്താ ഒരു തീരത്ത് ഞങ്ങളിങ്ങനെ കിട്ടില്ല സ്പോട്ട് ഇട്ടാ. ഇവിടെ ടെന്റ് അടിച്ച്, ഒരു ടെന്റ് ഓൾറെഡി നമ്മളതിലുണ്ട്. അതിന് ശേഷം ഒരു സ്റ്റാർപ്പായെല്ലാം വെച്ച് വേറൊരു ടെന്റ് അടിച്ചു. ഇവിടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. വേറൊരു വൈബ് തന്നെ ആയിരുന്നു ഇന്നലെ മൊത്തത്തില് രാത്രി. അന്നലെ മറ്റേ സ്വപ്നക്കൂടില് എന്താ കൊച്ചിനൈഫയുടെ വണ്ടിയൊക്കെ പോലെ നമ്മളെ കാറും ഏറെക്കുറെ അമ്മലും തൂക്കിയിട്ടിട്ടൊക്കെ ഉണ്ട്. അവര് പനീഷും ശരത്തേട്ടനും ഷാനും ഇവര് 3 പേരും കൂടെ ഇതിന് പോയതാ, എന്താ ബ്രഷ് ചെയ്യാനും ടോയ്ലറ്റ് പോകാനൊക്കെ വേണ്ടിയിട്ട് പോയതാ. അവിടെ അപ്പുറത്തുണ്ട്. നമ്മളവിടെ പോയി വന്ന് ഞങ്ങളിപ്പോൾ എണീറ്റപ്പോൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ എണീറ്റ്. ഇപ്പം സമയം ഏകദേശം 8 മണിയായിട്ടാ. ഇതിന് മുമ്പേ എന്താ പറയുക ഗൈസ്, നല്ല രസമുണ്ട് ഗൈസ്. പാലത്തിലൂടെ ഇങ്ങനെ പശുക്കൾ ഇങ്ങനെ നടന്നു വരുന്നതാണ്, വരിയായിട്ട് ഇങ്ങനെ ഒരു ഓർഡറിൽ. അപ്പോൾ ഗൈസ് പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ, നമ്മൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ എണീറ്റ്. ഇവിടെ ഭയങ്കര കോടായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ പേസ്റ്റ് എടുക്കാൻ മറന്നുപോയി. ഇവിടെ ആരും പേസ്റ്റ് ഇടുന്നില്ല. എല്ലാവരും ബ്രഷും സോപ്പും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, പേസ്റ്റ് ആരും കൊണ്ടുവന്നില്ല. അപ്പോൾ പിന്നെ പേസ്റ്റ് മേടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് നടന്നു പോയിട്ടാണ് ചായയൊക്കെ കുടിച്ചത്. എന്തായാലും സാധനങ്ങളൊക്കെ കിട്ടി. ഇനി എന്താ പറയുക, ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ മടിക്കേരി ഒരു എന്താ പറയുക എലിഫൻറ്റ് ക്യാമ്പിനടുത്ത്. ഇവിടെ ഒരു എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ട് കുറച്ച് അപ്പുറത്ത്. അതിനടുത്തുള്ളൊരു ഡാം, എന്താ ഡാമിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഡാമിനടുത്താണ് നമ്മൾ സ്റ്റേ അടിച്ചിട്ട് ഇന്നലെ. കുറച്ച് കഷ്ടപ്പെട്ട് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ അടിച്ച് കയറ്റാൻ ഇതിനൊക്കെ ആയിരുന്നു. നമ്മളതിൽ കത്തിയും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഒരു ചെറിയൊരു കത്തി ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ട് അവിടെ പോയി ആ മുളങ്കൂട്ടത്ത് പോയി ഒരു മുളയും ഇതൊക്കെ വെട്ടി കൊണ്ടുവന്ന് ഇവിടെ അടിച്ച് കയറൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് അങ്ങനെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, മൊത്തത്തിലുള്ള രസമായിരുന്നു കഴിച്ച്. ഇതെവിടെ കായലിത്. ഇനി ഇതിലൊന്നും ചിലപ്പോൾ ഇറങ്ങി കുളിക്കാൻ നമുക്കൊരു ചെറിയ ഇത്. അപ്പം അപ്പുറത്ത് വേറെ നമ്മൾ ഇന്നലെ ടെൻറ്റ് അടിക്കാൻ വേണ്ടി തപ്പി പോയിരുന്ന സ്ഥലത്ത് വേറൊരു എന്താ പറയുക പോണ്ടും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അവിടെ പോയിട്ടായിരിക്കും നമ്മൾ കുളിക്കുന്നത് കേട്ടോ. ഇനി ഇവരൂടെ വന്നതിന് ശേഷം ഇപ്പോൾ പല്ലുവെപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ ലൈറ്റായിട്ടൊരു ചായയും കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് എന്താ പറയുക കുളിക്കണം, അടുത്ത സ്ഥലം പിടിക്കണം. ഇന്ന് നമ്മൾ നേരെ ഇനി ഇവിടുന്ന് നേരെ വയനാട്ടിലേക്ക് പോകട്ടോ. വയനാട് പോയിട്ട് ചിലപ്പോൾ ഇന്ന് നൈറ്റും അവിടെ ഇതുപോലെ തന്നെ ടെന്റ് അടിച്ചിട്ടായിരിക്കും തമ്പടിക്കാൻ പോകുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. അവിടെ കുറേ മരങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് അപ്പുറത്തെ മറ്റേ ഈ ടിബറ്റൻ ആൾക്കാരുടെ എന്തോ പൂജയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ പാലത്തിലൊന്ന് വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ പോലും പറ്റൂല. അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം അതിനപ്പുറത്തെ ഡാമാണ്. ആ ഡാം കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, അവിടെ കാണുന്നതാണ് ഡാം. അതെ, ആ ഡാമിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ നിന്നാണ് ആളുകൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ശരിക്കും ചെയ്യാൻ പാടില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ബാധിക്കുന്നില്ല, നമ്മളിവിടെയാണല്ലോ ടെൻ്റ് അടിച്ചിരിക്കുന്നത്. അത് നമ്മളെ ചോദിച്ചു, ഇന്നലെ ഒരാളടുത്ത് ചോദിച്ചു. പുള്ളി മലയാളിയായിരുന്നു, അതുകൊണ്ട് ഒന്നുകൂടെ ഗുണമായി. കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഭാഷ അറിയാത്താണ് കൈസ് വലിയ ബുദ്ധിമുട്ട്. അതായത് അനീഷിന് ഭാഷ അറിയാം. അതുകൊണ്ട് അനീഷിന് അടിപൊളിയായിട്ട് കന്നഡ, തുളു ഇതെല്ലാം സംസാരിക്കും. അതുകൊണ്ട് ഒരാളെങ്കിലും അറിയുന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. എന്തായാലും മൊത്തത്തിൽ ഇന്നലെ നൈറ്റെല്ലാം വൈബായിരുന്നു കൈസ്. ഫുഡൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തന്നെ കഴിച്ച് എല്ലാവരും മൊത്തത്തിൽ പലർക്കും ക്ഷീണമായി. അതുകൊണ്ട് അനീഷൊക്കെ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങിയായിരുന്നു. ഞങ്ങളും കുറേ ലേറ്റ് ആയിട്ട് തന്നെ കുറച്ച്, അതായത് ഒരു 10-11 മണി 12 മണിയൊക്കെ ആയിട്ടുണ്ട് കിടന്നപ്പോൾ തന്നെ. എന്തായാലും കുഴപ്പമില്ല കൈസ്. ഇനി ആ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന്. എല്ലാവരും ഓരോന്ന് വിരിച്ചിട്ട് അടിയൊക്കെ വിരിച്ചിട്ടിരിക്കുന്നു. അയ്യോ കൈസ്. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം കൈസ്. മച്ചാ
എന്താണ് ഓക്കെ അല്ലേ മച്ചാ എങ്ങനെ ഉണ്ടായിരുന്നല്ലേ ഇത് എന്റെ മോനെ അടിപൊളിയല്ലേ. നമ്മളിതൊരു ആദ്യമായിട്ടല്ലേ നമ്മൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അതായത് 5 പേര് ആദ്യമായിട്ടാണ് ഇങ്ങനെ ടെന്റ് പരിപാടി. ഇത് വേറെ എക്സ്പീരിയൻസ് നല്ല സ്പോട്ട് നമുക്ക് കിട്ടിയത് കിട്ടില്ല സ്പോട്ട് ആയല്ലേ. തണുപ്പ് അപാര തണുപ്പായിരുന്നു രാത്രി. അതെ രാത്രി തണുപ്പൊന്നും പറയല്ലേ ഗൈസ്. അപ്പൊ നമ്മളിത് ഇവിടുത്തെ സാധനങ്ങളെല്ലാം ടെന്റെല്ലാം അയച്ച് ബാഗാക്കി പാക്ക് ആക്കിട്ട് മൊത്തം ഇവിടെ എല്ലാരും ഓക്കെ അല്ല. ഇനി നമ്മളിത് അപ്പുറത്ത് കുളിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡും പരിപാടിയൊക്കെ. അപ്പൊ നമ്മള് വണ്ടിയിൽ അവര് എന്താ പറയാ ടോയ്ലറ്റിലെല്ലാം പോയി വന്ന് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സമയം കുറച്ച് അധികമായിട്ട് 9:30 മണി. നമ്മൾ കുറെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോകാനുള്ള ഇനി നേരെ അവിടെ പോകുന്നു കുളിക്കുന്നു. അന്നതിന് ശേഷം ഇത് ഹോട്ടലിൽ പോയിന്ന് ചായ കുടിക്കുന്നു. അന്നേരം നേരെ വയനാട്ടേക്ക്. ഷാനു വന്നടാ ഗൈസ്. നമ്മുടെ ഷാനു എല്ലാം ഫിറ്റ് മൊത്തം ആദിക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഫിറ്റ് ബോഡി നല്ല കിടിലൻ ഡ്രസ് എല്ലാം ഇട്ടിരിക്കുന്നത്. അല്ല എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി എന്റെ പൊന്നെ അത് ഞങ്ങളാണ് പറയേണ്ടത്. ഞാനാണ് പറയേണ്ടത്. ഇന്നലത്തെ രാത്രി അടിപൊളിയായിരുന്നു. അഭിനയ മികവ് കൊണ്ടും വെള്ളച്ചാട്ടം കൊണ്ടും ഷാനു മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. അല്ല നല്ല രസം വൈബ് ആയിരുന്നു. അതെ മൊത്തത്തില് നമ്മള് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ കിട്ടുന്ന ഈ വൈബ് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. നമ്മളല്ല പ്രതീക്ഷിച്ചതാണ് അല്ലേ. അല്ല ഞങ്ങള് ലൈറ്റ് ആയിട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് അതാട്ടോ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ക്യാമ്പ് ഫയർ ഒരു ഫയർ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. നമ്മൾ മനസ്സിൽ വിചാരിച്ച ചില 2 ദിവസം നമ്മൾ നൈറ്റ് സ്റ്റേ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മള് ടെന്റ് കെട്ടിയിട്ട് ഒരു വൈൽഡ് ലൈഫ് ഒരു അഡ്വഞ്ചർ സംഭവമാണ് ഉദ്ദേശിച്ചത്. അതെന്തായാലും ഇവിടെ കിട്ടി. ഈ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കും. അതെല്ലാം ഇതെല്ലാം ഓൾറെഡി അവർ കണ്ട്. ശരി സമയം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു മച്ച ഇന്നലത്തെ? നല്ല ഉറക്കായിരുന്നു. നല്ല ഉറക്കായിരുന്നു. ഇതിന്റെ 6:30 പോയി കിടന്നുറക്കുന്നത്. 6:30 കൂടെ ഇരുട്ടായിട്ട് കണ്ണടച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു സ്ഥലം ഭയങ്കര അടിപൊളിയാണ്. പ്രകൃതി രമണീയമായിട്ടുള്ള നമുക്ക് കുളിക്കാം. അപ്പൊ ഇനി പ്രകൃതി രമണീയമായ ഷാനു പറഞ്ഞ ആ സ്ഥലത്ത് നമ്മൾ കുളിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അവിടുന്നാണ്. ഓക്കെ ബൈ. നമ്മളിത് ഈ തടാകത്തിലാണ് കുളിക്കാൻ വന്നിരിക്കുന്നത്. തടാകമല്ല, ഒരു വെള്ളം ഒഴുകുന്ന ഒരു തോട്. ഇത് ശരിക്കും മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവല്ലോ മച്ചാ ഇവിടെ. പിന്നെ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് പാട്ടൊക്കെ കോപ്പിറൈറ്റ് വെച്ചിട്ട് അടിക്കുവാ. അനീഷ് എങ്ങനെ ആണ്ടാ തണുപ്പുണ്ടാ ചൂടാ പോണ ഷാനു തണുപ്പാണാ ഗൈസ്? ഇത് അഴുക്ക് വെള്ളമല്ല കേട്ടോ. ഇങ്ങനെ കാണുമ്പോ കറുത്ത കളറിൽ കാണുന്നുള്ളൂ. നല്ല വെള്ളമാണിത്. അയ്യോ നല്ല വെള്ളല്ലേ? കാല് കല്ലണ. ഓക്കെ എന്താ വെച്ചാ ഇറങ്ങുന്നില്ലേ? ചുമ്മല്ല മച്ചാ ആഴ്ചയിൽ ഒരിക്കലുള്ള കുളി മുടക്കുന്ന കഷ്ടമുണ്ട് ഗൈസ്. ഡാമിന്റെ തൊട്ടിപ്പുറത്താണ് ഈ അരുവിയുള്ളത്. ഇവിടെ നല്ല ചൂടുള്ള വെള്ളമാണല്ലോ ചൂടുള്ള. ഇതെന്നാട്ടോ മയിലാട്ടോ പത്രിക പുലിയാട്ടോ പത്രിക? ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. ചൂടുള്ള വെള്ളമാണല്ലോ ചൂടുള്ള വെള്ളം തണുത്തെടുക്കാൻ പറ്റുള്ള. ടാഗായിട്ട് ഒരു റീല് അയച്ചു ഓരോ മാറി അയച്ചു. ഇല്ല ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഗൈസ് അങ്ങനെ നമ്മളിത് ഇവിടുത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇവിടെ തന്നെ ചേഞ്ച് ചെയ്ത് ഇനി പോവാണ്ടേ. ഇനി ഇവിടെ നേരെ നമ്മള് ആദ്യം പോയിട്ട് ചായ കുടിക്കുന്നത്. അതിന് ശേഷം നേരെ തിരിക്കൂട്ടാ വയനാട്. വയനാട്ടിൽ വേറെ സ്ഥലമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് ഏതായാലും ഇനി അടുത്ത സ്പോട്ടിലെത്തിരി കാണാം.
ഓക്കെ അല്ലേ നീ ഓക്കെയോ? പോല്ലേ ഓക്കെയാണ്. മച്ചാ ഓക്കെ അല്ലേ മച്ചാ എന്താ ആ മരത്തിനുള്ളിൽ കരടി കറുത്തിട്ടുണ്ടോ? കാരടിയില്ലടാ അതിന്റെ പൊത്ത് ഉറങ്ങിക്കിടക്കും. ഗൈസ് നമ്മളിതേ സമയം ഏകദേശം 2:45 നമ്മൾ അവിടുന്ന് അതിനിടയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി കുറെ പർച്ചേസും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറെ സമയം പോയി. ഇപ്പൊ നമ്മളിത് നേരെ തിരുനെല്ലിയിലേക്കാണ് പോകുന്നത്. തിരുനെല്ലി ടെമ്പിള് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു ഇവിടെ ഇറക്കി. എന്താ കോണിക്കൊപ്പ അങ്ങനെ എന്തോ സ്ഥലം ഇവിടെ കയറിയിട്ടുണ്ട്. ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും ഇതിന്റെ ഉള്ളിലുണ്ട്. എന്നടാ ഇവിടെ വിശന്നിട്ട് ആകെ കണ്ണാണ്. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു റൻഷ് ഒന്ന് ഇത് നോക്കിയേ ചേട്ടാ ഇതിന്റെ പേരെന്താ ഈ ഐറ്റം ഫ്ലോറം എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ടത് കിടലിൻ ലുക്ക് ഗൈസ് അങ്ങനെ ഫുഡ് കഴിച്ചാൽ നമ്മൾ ഇറങ്ങിയിട്ടാ. ഇനി നേരെ തിരുനെല്ലി അമ്പലത്തിലേക്ക്. നമ്മളൊക്കെ വെജിറ്റേറിയൻ കേട്ടോ എല്ലാവരും കഴിച്ചേ. അമ്പലത്തിൽ കയറുള്ളതുണ്ട് അല്ലേ? പക്ഷെ നൈസ് ആയിരുന്നല്ലേ ഫുഡ്? നൈസ് ആയിരുന്നല്ലേ? ആ മലയാളി വന്നേ ഇത് ഗ്ലാസ് അവിടുത്തെ ഗ്ലാസ് ആയിരുന്നു ഏറ്റവും അടിപൊളിയാണ്. ആ അതെ നല്ല സാധനം നല്ല സർവീസ് ആയിരുന്നു. നല്ല ഫുഡ് ആയിരുന്നു. ടേസ്റ്റ് മലയാളികളുടെ ഫുഡ്. ഹോട്ടലിന്റെ പേര് 460 വുമൻസ് കിച്ചൺ. അതെ ചേച്ചിമാരുടെ കിച്ചൺ. അപ്പൊ നൈസ് തന്നെയായിരുന്നു മൊത്തത്തില്. ഗൈസ് അപ്പൊ നമ്മളിത് തിരുനെല്ലി അമ്പലത്തിലെത്തിയിട്ട് അമ്പലത്തിന് തൊട്ട് മുന്നിൽ ഗൈസ് അമ്പലത്തേക്കാൾ അടിപൊളി കാണാൻ അതിന്റെ ബാക്കിൽ സീനറിയാണ് ഗൈസ്. അത് വേറൊരു രക്ഷയില്ല. അച്ഛൻ അവിടെ കിട്ടാ എന്താ സാർ ഇതിന്റെ ബാക്കി അതിലും ഉണ്ടാവുന്ന. അപ്പൊ ഗൈസ് എന്താ അമ്പലം ഒരു ചെറിയ അമ്പലമാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചിരുന്ന പോലെ അങ്ങനെ ഭയങ്കര ഇതല്ല. പക്ഷെ പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പേ പാർക്കിംഗ് ഇതൊക്കെ ആയിട്ട്. അപ്പൊ ഒരുപാട് ആളുകളൊക്കെ വരുന്ന അമ്പലം തന്നെ. എന്താ പിന്നെ ഇപ്പൊ വൈകുന്നേരം 4:30 മണിയായി. 4:30ക്കാണ് നമ്മള് എന്താ പറയാ അമ്പലത്തിൽ വരുന്നത്. 4:30 വരുന്നോണ്ടല്ല, ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ആദ്യം വരുന്ന സ്പോട്ട് ഇതാണ് കേട്ടോ മച്ചാ. ഇന്നത്തെ അപ്പൊ ഇനിയിപ്പോ ഏതായാലും അമ്പലത്തിൽ നിന്ന് കയറി വിടാം. അവിടെയാണ് ഗൈസ്. അങ്ങനെ നമ്മളിത് അമ്പലത്തിൽ കയറിയിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പൊ ചിലക്കൊക്കെ നമ്മൾ ശരത്തറിന്റെ പേർക്കൊക്കെ ചിലർക്ക് ഫ്രഷ് ആവാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രഷായി ഇത് ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഇതുണ്ടല്ലോ കോട്ടേജ്, അവിടെ സ്റ്റേ അടിക്കണമെങ്കിൽ ചെറിയ പൈസ ഉള്ളൂ. ഒരു 5 പേരെന്ന് പറഞ്ഞപ്പോൾ 5 പേർക്ക് 500 രൂപ, 490 രൂപയേ ഉള്ളൂ കേട്ടോ ഒരു റൂമിന് 5 പേരും കൂടെ. അപ്പോൾ നമ്മളത് ചിലപ്പോൾ അങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ടെൻ്റ് പരിപാടിയൊക്കെ അടിച്ചിട്ട് വേറെ മല കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. അതിന് ശേഷം ബാക്കി കാഴ്ചകൾ ഇട്ടാ. ഇതിലെന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലോ സ്റ്റെപ്പിലൊക്കെ. ഇതിന്റെ സ്റ്റെപ്പിലൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയോ പ്രാർത്ഥനയും ഇതൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. വയനാട് ഡിവിഷൻ. ഓ സോറി, ഇതിന്റെ ഇതൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് സ്പോൺസർ ചെയ്ത ആളുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും തോന്നുന്നു ഗൈസ്. പഞ്ചതീർത്ഥം എന്നത് 5 തീർത്ഥങ്ങൾ ഒന്നിച്ച് ചേരാനുള്ളതാണെന്നാണ് ഐതിഹ്യം. ഭഗവാന്റെ തൃക്കൈക്കളി എന്നാ വേണ്ട, കുറെ വായിക്കാണ്ട് കുറച്ച് ബുദ്ധിമുട്ട്. ഏതിലേ ഇതിലൂടെ പോറ്റൂ മച്ചാ, ഇതിലെ പോട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവിടെ കുളിക്കാന്നേ. അപ്പൊ ഇവർക്ക് കുളിമുറി തന്നെ വേണം. അതങ്ങനെയല്ല, നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോകുന്നോണ്ടാണ് ഗൈസ്. വെള്ളച്ചാട്ടം അവിടെ ഉണ്ടാ ഗൈസ്. ഇവിടെ ബലിയിട്ട കുടവും കാര്യങ്ങളൊക്കെ. ആ അതെ ഗൈസ്, ഇവിടുത്തെ മെയിൻ ആചാരം എന്ന് പറയുന്നതാണ് ഈ ബലിയിടലും പരിപാടികളൊക്കെ കേട്ടോ. അതായത് എന്താ, ബലിയിടാൻ പല അമ്പലങ്ങളിലും പോയി ബലിയിടും. പക്ഷെ ഇവിടുത്തെ എന്തോ തിരുനെല്ലി ഈ ടെമ്പിളിലെ മെയിൻ പരിപാടി ഇതാണ്. അത് നമ്മൾ കയറി വരുന്ന ആ ഭാഗത്തുണ്ടായിരുന്നത് മറ്റേ എന്താ പറയാ വിഷ്ണു ക്ഷേത്രമായിരുന്നു. വഴി അറിയാം, വഴി തെറ്റുന്ന അനീഷ് മൊത്തം വഴി തെറ്റിച്ചുകൊണ്ടാണ്. അല്ല വഴി തെറ്റിച്ചല്ല, അത് ഏത് വഴിയാ നോക്കുമ്പോ അപ്പൊ ഇതല്ല ഇതിന്റെ മെയിൻ വഴി.
നിങ്ങൾക്ക് ഇവിടുത്തെ വഴി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, Comment ചെയ്യൂ. കമന്റ് ചെയ്യുമ്പോൾ വഴിയും കൂടെ ചെയ്യാം. ഏതാണ് വഴി? അപ്പൊ guys, അപ്പൊ ഈ ഇതെല്ലാം ചാനലിൽ ഗിവ് അവേ ഉണ്ട് ഐഫോൺ. അതെ, മച്ചാന്റെ ഐഫോൺ അതെല്ലാം ഗ്രീൻ ലൈന് പോയാൽ ഞങ്ങൾ ഗിവ് ശ്രീനാഥ് വട്ടാളത്തിൽ യൂട്യൂബ് ചാനലിൽ ഗിവ് അവേ ഉണ്ട്. അതെ, യൂട്യൂബ് മണി നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്ക് 10K സബ്സ്ക്രൈബേഴ്സ് കയറിയാൽ ഉടനെ നിങ്ങൾക്ക് ഗിവ് അവേ. ഞങ്ങൾ രണ്ടുപേരും ഫോൺ കേട്ടോ. എന്നിട്ട് അത് വെച്ച് വ്ലോഗ് ചെയ്യട്ടെ. ഗൈസ്, മര്യാദക്ക് ആ സ്റ്റെപ്പിന് കയറി അങ്ങ് പോന്നാ മതിയായിരുന്നു. ഇത് കാടും കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ. ആ ഇല്ല, കല്ലുകൾ പെറുക്കി വെക്കാതിരിക്കുക. ആ കല്ലുകൾ, ഇവിടെ നിന്നുള്ള കല്ലുകളൊന്നും പെറുക്കി വെക്കരുതെന്നുണ്ട്. നമ്മള് പളനിന്ന് പറഞ്ഞ കൊണ്ടത്രല്ലേ ഇത്. ആൾക്കാർ ചുമ്മാ ഇവിടെ എന്തോ ഇങ്ങനെ, ഇവിടെ അമ്പലം വരും. എന്തോ ക്ഷേത്രമാണോ? ഇവിടെ എന്തോ ശിവന്റെ പ്രതിഷ്ഠ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ആ, ഇത് ശിവന്റെ പ്രതിഷ്ഠയുണ്ടോ? ഇതിലാണ്ട, ഇത് തന്നെയാണ് അതിന്റെ വഴി മെയിൻ. ഇതൊരു ട്രക്കിംഗ് സ്പോട്ട് പോലെ തന്നെ. ഇതിലെങ്ങനെ കയറുക? അതാണ്ടോ ഗൈസ് അതിന്റെ ശരിക്കുള്ള വഴി. അതുവഴി അങ്ങനെ കയറിപ്പോ ഞങ്ങളൊരു വെറൈറ്റിക്ക് ഇപ്പുറത്തൂടെ പിടിച്ചതാ. അതുകൊണ്ട് അപ്പുറത്തൊരു ശിവന്റെ പ്രതിഷ്ഠ എല്ലാം ഉണ്ടായിരുന്നേ. അവിടെ എല്ലാം കയറി എന്തോ ഇത്. അയ്യോ, ഇവിടെ എന്തോ വെയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ എൻഡ് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നോണ്ടിരിക്കടാ. ഇതാണ് ഇതിന്റെ മെയിൻ വഴി. നമ്മൾ നേരത്തെ അപ്പുറത്ത് കൂടെ ആയിരുന്നു പോയിരുന്നത്. അവിടെ അങ്ങനെ അമ്പലം പരിപാടിയിട്ടില്ല. ഇതിനിടയിൽ നേരത്തെ കണ്ട ശിവക്ഷേത്രം, അങ്ങനെ ചെറിയ ചെറിയ പ്രതിഷ്ഠകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ അവിടെ ഇതുപോലെ ഈ ചിതാഭസ്മം ഒഴുക്കാനുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഒഴുക്കാം. നമുക്ക് അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ അതിന്റെ ലാസ്റ്റ് എൻഡ് പോയി കഴിഞ്ഞാൽ ഒരു കുളം പോലൊരു പരിപാടിയാ. ഏതാ? പാപനാശിനി. അതെ, പാപനാശിനിയാണ്. അവിടെ ഒഴുക്കാൻ പാടില്ല ചിതാഭസ്മം ശരിക്കും. ഇത് അതുകൊണ്ട് പല ഇതിന്റെ ഇടയിലൊക്കെ നിന്നിട്ടാണ് തോന്നുന്നില്ല ഒഴുക്കുന്നത്. അതായത് അതാണ് ഇടയിലൊക്കെ ആ കുടങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഈ വെള്ളച്ചാട്ടത്തിന് ഇടയിൽ എവിടെ നിന്നിട്ട് ഒഴുക്കാൻ തോന്നുന്നു നമുക്ക് അറിഞ്ഞൂടാ. ഇതിന്റെ ആരും അങ്ങനെ ഒഴുക്കുന്നൊന്നും കണ്ടില്ല. ഇവിടെ ഒഴുക്കി പോയ കുടങ്ങളും ഇതൊക്കെ മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. അതെ, ഞങ്ങൾ ഇതിലാണ്ട് നേരത്തെ അങ്ങോട്ട് പോയത്. ഈ വഴി അങ്ങോട്ട് പോയിട്ടാണ് അപ്പുറത്ത് കൂടെ കയറിയത്. എന്തായാലും എന്താ പറയാ, അത് കൊള്ളായിരുന്നു. ഒരുപാട് പേരുടെ ചിതാഭസ്മം ഇങ്ങനെ കാണാൻ പറ്റി. എന്തായാലും നോക്കാം ഗൈസ്. ഇനി ഇവിടെ ഇതിങ്ങനെ സ്ട്രൈറ്റ് സ്റ്റെപ്പും വരും. ഇനി അപ്പുറത്ത് തന്നെ നേരെ മേലെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രം. വിഷ്ണു ക്ഷേത്രത്തിലൊന്ന് കയറണം, അന്നേരം നേരെ തിരിച്ചിറങ്ങണം. അതേ ഉള്ളൂ. ഏതാ? ഓറഞ്ച്. അതിനടുത്ത് ഓറഞ്ച് ഉണ്ടല്ലേ? അതിന് തൊട്ടടുത്ത് തന്നെ കുറെ ഓറഞ്ചും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ, ഓറഞ്ച് മരങ്ങൾ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് കാണണം, അത്രേ ഉള്ളൂ. ഇതാ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് കയറിയിട്ടാ. ഇതിനപ്പുറത്താണ് ക്ഷേത്രം എന്താ നിൽക്കുന്നത്. നമ്മളിത് ഇവിടുന്ന് ചെറിയ പുഷ്പാഞ്ജലിയല്ല, ത്രിമധുരവും അതേപോലെ നെയ്പായസം, ഇങ്ങനെ 2 വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ട്. ഇതിന് തൊഴുത് വന്നതിന് ശേഷം ഇത് ഇവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് കിട്ടും കേട്ടോ, എന്താ പ്രസാദം കിട്ടും. ചുമ്മാ ഏതായാലും വന്നാലും എഴുതിയിട്ട് കഴിപ്പിച്ചാണ്ട എത്ര തൊഴാൻ പോയില്ലേ. അപ്പോൾ ഞങ്ങൾ തൊഴുതിട്ട് വരാം കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ, മലയും പരിപാടിയൊക്കെ ആയിട്ട്. കൊള്ളൂട്ടാ. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നമ്മള് പോവാട്ടോ. നമ്മള് മറ്റേ കുറുമ്പലക്കോട്ടെന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാത്രി അവിടെ പോയിട്ട് ടെന്റ് അടിക്കുന്നത്. പക്ഷെ പോകുന്ന വഴിക്ക് ആനയും എല്ലാം ഇറങ്ങുന്നതുകൊണ്ട് റൂട്ട് ക്ലോസ് ആണെന്ന് അറിയില്ല. നമ്മൾ ഇറങ്ങാൻ പോകണം. ആന എടുത്ത് നമ്മളെ ചതച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ എത്തും. ടെന്റ് അടിക്കാൻ നമുക്ക് പോവാം. ടെന്റ് അടിക്കാൻ പറ്റി നമ്മൾ ടെന്റ് അടിക്കുന്നത്. എന്നിട്ട് നാളെ അവിടുന്ന് കണി കണ്ടിട്ട് ഷാനു ഉണ്ട് നമ്മുടെ അടുത്ത്, അവിടെ തന്നെ ഉണ്ട് അവിടെ ഇരിക്കുന്നത്. ഷാനു പോസ്റ്റ് ആണോ കാണിച്ച്? ഷാനു പോസ്റ്റ് ആണ് ഗൈസ്. അതെ, ഷാനു പോസ്റ്റ് ആണ്. ഷാനു നീ പോസ്റ്റ് ആണല്ലോ. അപ്പൊ ഗൈസ് കാണാട്ടോ. ബൈ ബൈ.